മുസ്ലിം ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വിളി കേൾക്കും, പക്ഷേ പ്രാർത്ഥന കേൾക്കൂല. ഉദ്ദേശം അയാളുടെ വികാരങ്ങൾ അറിയില്ല എന്ന്. കാരണം പ്രാർത്ഥന പറഞ്ഞാൽ അതസായത്തിൽ കുതൂനില്ല, മനസ്സിന്റെ അങ്ങേയറ്റത് വിനയം താമയോടുള്ള. അതൊന്നുകൂടെ പറയണം. ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞല്ലോ അതന്നെ, മനസ്സിന്റെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ്. അതാണ് എന്ത് പ്രാർത്ഥന. അപ്പൊ ഒരാൾ മാതാ അമൃതാനന്ദന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു? മാതാ അമൃതാന്റെ ഭക്തനാണെന്ന് വിചാരിച്ചോളൂ. എങ്കിൽ തന്നെ അയാൾ ആ മാതാമന്ദിന്റെ കഴിപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ അയാളുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയുള്ള അയാൾ തന്നെ അയാളെ മാതാമന്ദിന്റെ കയ്യിൽ നിന്ന് പൈസ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അയാൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വിളി കേൾക്കും, പക്ഷേ പ്രാർത്ഥന കേൾക്കൂല. അത് ഈ ഉദ്ദേശത്തിന് നിങ്ങൾ പറഞ്ഞ അതേ തഫ്സീറിന് അതേ ഉദ്ദേശത്തിന് അദ്ദേഹം പറഞ്ഞതുള്ളത്. പിന്നെ എന്തിനാ അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനങ്ങളെ? ഓക്കെ, അപ്പോ ഫൈസൽ മുസ്ലിയാർക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാമെന്ന് മനസ്സിലായോ? ഫൈസൽ മുസ്ലിയാർ പുറത്തു കൊണ്ട ആളല്ല, അങ്ങനെയാണ് മുജാഹിദ് പറയുന്ന പോലെ ആണ് ഫൈസൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ് വേറെ യോഗവും മീറ്റിംഗും ഒക്കെ എന്തിനാ നടത്തുന്നത്? അപ്പോ നല്ല നിലക്ക് മുജാഹിദിനോടൊപ്പം ചേർന്നിരിക്കാൻ വേണ്ടത് മുസ്ലിയാരിയത്ത് വിട്ടിട്ട്. ഇനി മാന്യസഹോദരൻ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ബോധപൂർവമായ ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ നടത്തുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വിളി വേറെ, അതുപോലെ തന്നെ പ്രാർത്ഥന വേറെ. അപ്പൊ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. എന്തിനാ ഇങ്ങനെ കൊണ്ടുപോയത്? ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ കുഴപ്പമാണ്. വിളിച്ചാൽ ജിന്ന് കേട്ടോളും, പ്രാർത്ഥിച്ചാൽ ജിന്ന് കേൾക്കൂല. ഈ രൂപത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ചയെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ റക്കീബ് അതീദിനോട് ഒരാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ റക്കീബ് അതീദിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ റക്കീബ് അതീദ് കേൾക്കുവോ കേൾക്കൂലേ എന്ന ഒരു ചർച്ച, ആ ചർച്ച ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിട്ടത് എന്തിനാ? ജിന്നിനെ വിളിച്ചാൽ ജിന്ന് കേൾക്കും, ജിന്ന് ഭൗതികമാണ്, അങ്ങനെ ഭൗതികമായ ജിന്നോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന പിഴച്ച വാദം കേരളത്തിന്റെ മണ്ണിൽ അതെ യാതൊരുവിധ തെളിവുമില്ലാതെ അക്കലാനീയത്വം മാത്രം, യുക്തിവാദം മാത്രം കൈമുതലാക്കിയിട്ട് കൊണ്ടുവന്നൊരു വിഭാഗമാണിവർ. നിങ്ങൾ മനസ്സിലാക്കി, ഒരു തെളിവ് ഇവർക്കില്ല, ഒരായത്തും സ്വഹീഹായ ഒരു ഹദീസും ഇവർക്ക് തെളിവില്ല. കേവല യുക്തിവാദം, അക്കലാനീയത്ത് കൊണ്ട് മതമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികളെന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുക, ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അത് പിന്നെ റക്കീബത്ത് കേൾക്കുമ്പോ വിളിയേയാകുള്ളൂ എങ്കിൽ എന്തിനാണ് അവിടെ നിഷേധിക്കുന്ന പരലോകത്ത്? മലക്കുകൾ, നിങ്ങൾ ഈ പറയുന്ന മലക്കുകളെയാണോ ആരാധിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ? ബൽകാനു യഅ്ബുദൂനൽ ജിന്ന. എന്തിനാണ് അവർ അവിടെ നിഷേധിക്കുന്നത്? ഞങ്ങളെ വിളിച്ചിട്ടേ ഉള്ളൂ, അവരെ ആരാധിച്ചിട്ടില്ല, പ്രാർത്ഥന ഞങ്ങൾ കേട്ടിട്ടുമില്ല, നേരെ മറിച്ച് ഞങ്ങളെ വിളിച്ചിട്ടേ ഉള്ളൂ എന്നാണല്ലോ അവിടെ മറുപടി പറയേണ്ടത്. എന്താണ് മലക്കുകളെയും അതുപോലെ തന്നെ മലക്കുകളെ ആരാധിച്ചവരെയും ഒരുപോലെ അല്ലാഹു ഖിയാമത്ത് നാളിൽ